മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ഈശോയിൽ പ്രിയമുള്ളവരെ, വീണ്ടും ഒരു നോമ്പുകാലം കൂടി ആഗതമായിരിക്കുകയാണ്. എല്ലാ നോമ്പുകാലവും നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് തിരിച്ചു വരിക എന്നുള്ളതാണ്. കം ബാക്ക്. ആദ്യ സ്നേഹത്തിലേക്ക്, ആദ്യമുണ്ടായിരുന്ന തീഷ്ണതയിലേക്ക് നമ്മളെ മാടി വിളിച്ചുകൊണ്ട് വീണ്ടും ഒരു നോമ്പുകാലം കൂടി ആഗതമായിരിക്കുന്നു. തിരിച്ചു നടക്കണമെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നിശ്ചയമായും ഒരു 3 ഇടങ്ങളിൽ നിന്ന് നാം ഓരോരുത്തരും ഇടയ്ക്കൊക്കെ പടിയിറങ്ങി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ, നീ എത്രമാത്രം ഇടറിയവനാണെങ്കിലും, എത്രമാത്രം കുറവുകളുള്ളവനാണെങ്കിലും, എത്രമാത്രം പാപാവസ്ഥയിലാണെങ്കിലും, നിന്നെ സ്നേഹത്തോടെ നിറകണ്ണുകളോടെ നിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട് എന്നതാണ്. ആ പിതാവിൻ്റെ ഹൃദയത്തിലേക്കായിരിക്കട്ടെ ആദ്യത്തെ നമ്മുടെ മടക്കയാത്ര. രണ്ടാമതായി നാം നിശ്ചയമായിട്ടും തിരിച്ചു ചെല്ലേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിലേക്കായിരിക്കും. കുന്നോളം സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നിട്ടും ചില പിടിവാശികളുടെ പേരിൽ, ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ നമ്മൾ പലരുടെയും ഹൃദയത്തിൽ നിന്ന് പണ്ടേ പടിയിറങ്ങി പോന്നിട്ടുണ്ട്. ഈ തപസ് കാലം നമ്മളെ മാടി വിളിക്കുന്നത് അവരുടെയൊക്കെ ഹൃദയത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമതായിട്ട് ഈ തപസ്സുകാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അവനവനിലേക്ക് തന്നെയുള്ള ഒരു മടക്കയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓരോ ദിവസവും എത്രമാത്രം മുഖമൂടികൾ അണിഞ്ഞ് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ മുഖമൂടികളൊക്കെ ഒന്ന് അഴിച്ചു വെച്ച് കുറെ കൂടി ഭേദപ്പെട്ട ഒരു ജീവിതം നമുക്കുണ്ടാകണ്ടേ? കുറെ കൂടി മെച്ചപ്പെട്ട ഒരു അപ്പനായി, കുറെ കൂടി മെച്ചപ്പെട്ട ഒരു അമ്മയായി, ഭേദപ്പെട്ട ഒരു മകനായി, മകളായി നമുക്ക് ജീവിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടുള്ള ഒരു മണിമുഴക്കം കൂടിയാണ് ഈ നോമ്പുകാലം. ഈ മടക്കയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചിട്ട് ഈ ടോക്ക് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുക. സാധിക്കുമെങ്കിൽ ഈ 50 ദിവസത്തിനുള്ളിൽ ഈ 4 സുവിശേഷങ്ങൾ ഒന്ന് വായിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. കാരണം കരുണയോടെ നമ്മളെ കാത്തിരിക്കുന്ന, നമ്മളെ അളവറ്റ് സ്നേഹിക്കുന്ന ദൈവത്തെ കൂടുതൽ ആഴത്തിലറിയാൻ ഈ സുവിശേഷ വായനകൾ നമ്മളെ സഹായിക്കും. സ്നേഹിക്കുന്ന പിതാവിനെ കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് എങ്ങനെയാ തിരിച്ചു നടക്കാൻ കഴിയാതിരിക്കുക? രണ്ടാമതായിട്ട് ഈ തപസ് കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ചിലരെയൊക്കെ ഒരു കല്ലേറ് ദൂരം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ സാധിക്കുമെങ്കിൽ അവർക്കൊരു ഫോൺ കോൾ, ഒരു മെസ്സേജ്, ഒന്ന് കാണാൻ പോകുക, ഇങ്ങനെയൊക്കെ നമ്മുടെ സ്നേഹം അവരുമായിട്ട് പങ്കുവെക്കുക. ഉള്ളിലുള്ള സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കാനുള്ളതല്ല, അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനുള്ളതാണ്. ആ സ്നേഹം പങ്കുവെക്കാൻ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ. മൂന്നാമതായി, നല്ല വായനകളാണ് നല്ല ഉൾക്കാഴ്ചകൾ നൽകുന്നത്. എത്ര കാലമായി നല്ലൊരു പുസ്തകം വായിച്ചിട്ട്? സാധിക്കുമെങ്കിൽ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ കുറഞ്ഞത് ഒരു 2 നല്ല പുസ്തകങ്ങളെങ്കിലും വായിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കാരണം നല്ല വായനകൾ നമുക്ക് നല്ല ഉൾക്കാഴ്ചകൾ നൽകുകയും നമ്മളെ കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യരാക്കുകയും ചെയ്യും. പല ആവർത്തി ഈ നോമ്പിലൂടെ കടന്നുപോയവരാണ് നാം ഓരോരുത്തരും. പക്ഷേ എന്ത് കാതലായ മാറ്റമാണ് ഈ കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ വരുത്തിയത് എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാതലായ മാറ്റമൊന്നും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ഈ നോമ്പുകാലം കൊണ്ട് എന്ത് അർത്ഥമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക? ഓരോ വർഷവും വിഭൂതി തിരുനാളിൻ്റെ അന്ന് നമ്മൾ കേൾക്കുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുമെന്നോർത്തുകൊള്ളുക. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുമെന്നോർത്തുകൊള്ളുക. ഒരു ദിവസം ഈ ലോകം വിട്ട് പോകേണ്ടവരാണ് നാം ഓരോരുത്തരും. ഈ ലോകം വിട്ട് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് നമ്മൾ പാർത്തിരുന്ന ഈ ഇടങ്ങളെ കുറെ കൂടി ഭംഗിയുള്ളതാക്കി തീർക്കാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ ബന്ധങ്ങളെയൊക്കെ കുറെ കൂടി കുലീനമാക്കി തീർക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. സർവോപരി നമ്മളെ തന്നെ കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യരാക്കി തീർത്തിട്ട് വേണം നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോകാൻ. അങ്ങനെ കടന്നു പോകുമ്പോഴാണ്
തിരിച്ചു ചെല്ലുമ്പോൾ ആ പിതാവിൻ്റെ ഹൃദയത്തിൽ ഒരിടം കണ്ടെത്താൻ നമുക്ക് സാധിക്കുക. അതിന് ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.